നമ്മുടെ രൂപതയുടെ വിശ്വാസോത്സവത്തോടനുബന്ധിച്ച് എറണാകുളം ഇടവകയിലെ സെൻറ് തോമസ് ഇടവകയുടെ വലിയ വിശ്വാസ ചൈതന്യം വിളിച്ചോതുന്ന വിശ്വാസോത്സവത്തിന് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണല്ലോ. നമ്മുടെ രൂപതയുടെ വിശ്വാസോത്സവത്തോടനുബന്ധിച്ച് എറണാകുളം ഇടവകയിലെ സെൻറ് തോമസ് ഇടവകയുടെ വലിയ വിശ്വാസ ചൈതന്യം വിളിച്ചോതുന്ന വിശ്വാസോത്സവത്തിന് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണല്ലോ. ഭാരതത്തിലേക്ക് വിശ്വാസത്തിൻ്റെ ദീപം കൊണ്ടുവന്ന തോമാസ് ലഹായുടെ പേരിൽ ഞങ്ങളേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ വിശ്വാസോത്സവത്തെ കാണുക. നമുക്ക് വിശ്വാസം കൊണ്ടെത്തിക്കുവാൻ ത്യാഗങ്ങൾ സഹിച്ച് ഏറെ ക്ലേശങ്ങളിലൂടെ കടന്നുപോയ തോമാസ് ലഹായുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിലെ സൺഡേ സ്കൂളിൽ വിശ്വാസോത്സവത്തിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും ഇടവക ഒന്നടങ്കം ഒരുങ്ങിയിരിക്കുകയാണ്. ആ ഒരുക്കത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നേരത്തെ തന്നെ കുട്ടികൾ ദേവാലയത്തിലെത്തി പരിസരങ്ങളിലെല്ലാം മനോഹരമാക്കിക്കൊണ്ട് അവരെ കൊണ്ടാവുന്നതിനും അപ്പുറത്തേക്ക് കടന്ന് ഈ ഒരു വിശ്വാസോത്സവം ഒരു വലിയ ആഘോഷമാക്കാൻ, ഒരു തിരുനാൾ പോലെ ഉത്സവം പോലെ ആക്കി തീർക്കുവാൻ അങ്ങേയറ്റം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ഉണർവോടുകൂടിയാണ് വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അധ്യാപകർ ഓരോരുത്തരും കുട്ടികളും ഇതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതിന് നേതൃത്വം കൊടുക്കുവാൻ നമ്മുടെ ഇടവകയിലേക്ക് പുതുതായി കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട സൺഡേ സ്കൂളിൻ്റെ ഡയറക്ടർ സെബാസ്റ്റ്യൻ ചാമക്കാലായച്ചൻ്റെ അതിതീക്ഷ്ണമായ പ്രവർത്തനങ്ങളും അദ്ദേഹത്തോട് ചേർന്ന് വിശ്വാസ പരിശീലകരുടെ കൂട്ടായ പരിശ്രമങ്ങളുമൊക്കെ വലിയ സന്തോഷമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലേക്കും കൊണ്ടുവരിക. ഒരു കാലഘട്ടത്തിൽ വിശ്വാസ പരിശീലനത്തിൻ്റെ കടന്നുപോയ എനിക്കൊക്കെ ഈ വിശ്വാസോത്സവം കാണുമ്പോൾ പഴയകാല ജീവിതത്തിലേക്ക്, പഴയ വിശ്വാസോത്സവത്തിൻ്റെ ചൈതന്യത്തിലേക്ക് ഒരിക്കൽ കൂടി കടന്നു വരുവാൻ കിട്ടുന്ന ഈ വിലപ്പെട്ട നിമിഷങ്ങൾ വിശ്വാസോത്സവം ഈ കുട്ടികൾക്കെല്ലാവർക്കും വലിയ ശക്തിയാകട്ടെ. അവരുടെ വിശ്വാസം ഇന്ന് പലതരത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന മേഖലകളുണ്ട്. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഈ കുട്ടികൾക്ക് അവർ കടന്നു ചെല്ലുന്ന മേഖലകൾ എത്രമാത്രം വിഭിന്നങ്ങളാണെങ്കിലും ഏതെല്ലാം തരത്തിലുള്ളതാണെങ്കിലും അവിടെയെല്ലാം ഇവിടുന്ന് ആർജിക്കുന്ന ഈ വിശ്വാസം കാത്തു സൂക്ഷിച്ച് ഈശോയോട് ചേർന്ന് ഞങ്ങളുടെ വിശ്വാസോത്സവത്തിൻ്റെ പേരായ ലൂമൻ ക്രിസ്തി എന്ന ഈ ക്രിസ്തുവിൻ്റെ വെളിച്ചം പകർത്തുവാൻ നൽകുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഈ വിശ്വാസോത്സവത്തിന് എല്ലാ ആശംസകളും നേരുന്നു. വിശ്വാസോത്സവം അടിച്ചു പൊളിക്കണ്ടേ? വേണോ? അതിന് നിങ്ങൾ റെഡിയാണോ? എല്ലാവരും റെഡിയാണോ? അടിച്ചുപൊളിയായിട്ട് തീർക്കുമോ? ഉറപ്പാണ്? ഏത് ഗ്രൂപ്പിലാ? ഗ്രീൻ ഗ്രൂപ്പിലെ ലീഡറിൻ്റെ പേരറിയാവോ? പേര് പറഞ്ഞേ, ഒരു വചനം പറയാവോ കാണാതെ? വെരി ഗുഡ്, താങ്ക് യു. ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയെ മാതൃകയാക്കിയാണ് നമ്മളിവിടെ സെൻറ് തോമസ് ചർച്ച് എറണാകുളത്തിൽ ലൂമൻ ക്രിസ്റ്റി 2025 നടത്തുന്നത്. ഇവിടെ കുട്ടികളുടെ വളർച്ചയാണ് നമുക്ക് പ്രധാനം. പോയിന്റുകളേക്കാൾ ഉപരി കുട്ടികളുടെ ആ ഒരു എഫേർട്ടിനാണ് നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് പോയിന്റുകൾക്ക് വേണ്ടിയുള്ള 7 ദിവസമല്ല, പക്ഷേ ആത്മീയമായിട്ടുള്ള ക്രിസ്തീയ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ കുട്ടികളുടെ ഒരു പരിപാടിയാണ് ലൂമൻ ക്രിസ്റ്റി 2025. നമ്മുടെ ഈ വർഷത്തെ വിശ്വാസോത്സവം എറണാകുളം സെൻറ് തോമസ് സൺഡേ സ്കൂളിൽ ഇന്ന് രാവിലെ വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്കാണ് അവസാനിക്കുന്നത്. വിവിധ കർമ്മ പരിപാടികളാണ് ഈ വർഷവും, വ്യത്യസ്തത പുലർത്തുന്ന വിവിധ കർമ്മ പരിപാടികളാണ് ഈ വർഷവും നമ്മുടെ സൺഡേ സ്കൂളിൽ അരങ്ങേറുന്നത്. കുട്ടികളിൽ ദൈവിക വിശ്വാസം കൂടുതൽ ആഴപ്പെടുത്തുവാൻ എന്ന ഉദ്ദേശത്തോടെ ലൂമൻ ക്രിസ്റ്റി എന്ന പേരിലാണ് നമ്മുടെ ഈ സൺഡേ സ്കൂളിലെ ഈ വിശ്വാസോത്സവത്തിൻ്റെ പേര് തന്നെ നമ്മൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. സെൻറ് തോമസ് എറണാകുളം ഇടവകയുടെ വിശ്വാസോത്സവം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. കുട്ടികൾക്ക് ഈ അവധിക്കാലത്ത് കളിക്കാനും ചിരിക്കാനും കുറേ നല്ല ഓർമ്മകൾ സമ്മാനിക്കാനും അതോടൊപ്പം തന്നെ ഈശോയെ, വചനത്തെ, ക്രൈസ്തവ ജീവിതത്തെ കൂടുതൽ മനസ്സിലാക്കാനുമൊക്കെയാണ് ഇവിടുത്തെ ഈ വിശ്വാസോത്സവം കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നന്ദി.